ഇതിപ്പോ ആ പെൺകുട്ടീനെ എല്ലാവരും ചേർന്ന് കല്ലെറിയുവാണ് ചെയ്യുന്നത്. ഒരു മരം വളർന്ന് വരുവാണെങ്കിൽ അതിന്റെ ഒരു ബ്രാഞ്ചിന്റെ പ്രശ്നമാണോ അതിന്റെ വേരിന്റെ പ്രശ്നമാണോ നമ്മൾ ചിന്തിക്കണം. എൻ്റെ ഫാദർ കുറെ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരു മാരേജിലുണ്ടായ ഒരാളാണ് ഞാൻ. ഇപ്പൊ എനിക്ക് തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശംഖുമുഖത്തുനിന്ന് എനിക്ക് രാത്രി എന്നെ കുറെ ആണുങ്ങൾ ചേർന്ന് ആക്രമിച്ചിട്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അന്ന് ആ സ്ത്രീകൾക്ക് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് വന്നിട്ട് അവർ പറയുന്നത്. ഇന്ന് അവർക്ക് അതിനുള്ള ആത്മാഭിമാനവും ധൈര്യവും ഉണ്ടായി വരുമ്പോഴേ അവർക്ക് പറയാൻ വേണ്ടി പറ്റും. അതെന്ത് ധൈര്യമാണ്? ഞാൻ പറയാം. എന്താണ് രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് അത് ദീപകിന്റെ നേരം വിളിക്കാൻ താ എന്നെ കൊണ്ട് പറയിപ്പിച്ച് കിടങ്ങൂല്ലേ? വ്യാജ പരാതിക്കാരന്റെ മൈൻഡ് സെറ്റ് അറിയാം. കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജ പരാതിയിൽ കുടുങ്ങിയ ആളാണ്. നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചിയിൽ നിൽക്കുമ്പോ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചപ്പോൾ പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ഈ ജാതി ഉടായ്പ പഞ്ച് ഡയലോഗായിട്ട് വന്നാലുണ്ടല്ലോ ഉള്ളംകാലി മുള്ളാണി അടിച്ച് നട റോട്ടിലിട്ട് ഇലുവരപ്പിക്കാൻ. ആ പെൺകുട്ടി പറഞ്ഞാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. വണ്ടി എടുക്കട്ടെ മോളെ. പൊതുയിടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചത് ഒരു ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്ന് മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായാൽ അവിടെ ഇരിക്കുന്ന പുരുഷന്മാരൊന്നും അതിനെതിരെ പ്രതികരിക്കാത്തവരാണെന്ന് നിങ്ങൾ പറയാൻ പറ്റും നിങ്ങൾക്ക്? തീർച്ചയായും പറയാൻ പറ്റും. നാവ് പിടിച്ചു വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം. ഞങ്ങളൊക്കെ ഈ ജീവിതം അങ്ങടെ അവസാനിപ്പിച്ചാലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വിചാരിക്കും ഈ ലോകത്തെ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ലല്ലോ കർത്താവ് നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഈ ബസ്സിനകത്ത് കയറി ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ അനാവശ്യമായിട്ട് അവരുടെ ചാനലിന് അല്ലെങ്കിൽ അവരുടെ യൂട്യൂബിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യനെ കുരുതി കൊടുത്തിട്ട് ആണമില്ലാതെ അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരെ ധൈര്യം കാണിച്ച് മുന്നോട്ട് ഇതിനപ്പുറം കടന്നാൽ മമ്പർ ആലിക്കുന്ന് സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിന്റെ അടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും.